ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. സോ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് ശക്തി പമ്പ്സിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ശക്തി പമ്പ്സ് ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞ റെക്കമെൻഡേഷൻ ലെവലിന് താഴോട്ട് വന്നിരുന്നു. സോ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു ശക്തി പമ്പ്സിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇടാൻ. സോ ഓൾറെഡി ഞാനത് വീഡിയോ ഇടാൻ തീരുമാനിച്ച സംഭവം തന്നെയാണ്. ശക്തി പമ്പ്സ് 742 റേഞ്ചിലാണ് ഫസ്റ്റ് വീഡിയോ ഇട്ടത്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് വെറും 500 രൂപയാണ്. 242 രൂപയോളം സ്റ്റോക്ക് താഴോട്ട് വന്നിട്ടുണ്ട്. സെയിം ഒരു സ്റ്റോക്ക് താഴോട്ട് വന്നു എന്ന് വിചാരിച്ചിട്ട് ആ സ്റ്റോക്ക് മോശമായിക്കൊള്ളണമെന്നില്ല. പല കാരണത്തിൽ താഴോട്ട് വരാം. ഓപ്പറേറ്റേഴ്സിന് കൺട്രോളാണ് മാക്സിമം സ്റ്റോക്സ് ഉള്ളത്. സോ പ്രത്യേകിച്ച് ഇക്വിറ്റി കോർപ്പറേറ്റ് സ്റ്റോക്സിന് എങ്ങോട്ട് വേണം കൊണ്ടുപോകും. നമ്മൾ അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കാം. ചില സമയം 1 lakh ഇൻവെസ്റ്റ് ചെയ്താൽ 30,000 രൂപയിലേക്ക് വരും. പക്ഷെ അതിന് ശേഷമായിരിക്കും സ്റ്റോക്ക് കയറിപ്പോവാം. നമുക്ക് ആ സ്റ്റോക്കിൽ എന്താണ് ആ സ്റ്റോക്ക് ബിസിനസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് വളരെ പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്യണം. ചില സാഹചര്യങ്ങളിൽ വേണ്ടി വരും. ഒരു കണ്ടുപിടിച്ച് പാടാൻ സ്റ്റോക്ക് കയറി പോയിക്കൊള്ളണമെന്നൊന്നും ഇല്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നാളത്തേക്ക് വേണ്ട പൈസ ഒരിക്കലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം ഫുള്ള് നല്ല ന്യൂസ് വരും, ആ സെക്ടർ പറ്റി ന്യൂസ് വരും, കമ്പനി പറ്റി ന്യൂസ് വരും, സൂപ്പർ റിസൾട്ട് കൊടുക്കും. നമ്മൾ ശരിക്കും ഒരു ആഴ്ച കൊണ്ട് പൈസ ഉണ്ടാക്കാൻ വെച്ചിട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന് താഴ്ത്തിക്കൊണ്ട് കൊണ്ടുവരും ചെയ്യും. സോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ ആ കൺവിക്ഷനോട് ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നത് വളരെ ഡബിൾ ആയിരിക്കും. നമുക്ക് തന്നെ എക്സാമ്പിൾസ് അറിയില്ല. പല സ്റ്റോക്സ് അനങ്ങാണ്ട് നിന്നിട്ട് കയറുമ്പം 100-200% റിട്ടേൺ ആയ സ്റ്റോക്ക് ഉണ്ട്. റീസെൻ്റ്ലി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, IOC ഒക്കെ തന്നെ പെട്ടെന്നാണ് 120-150 പോയത്. 50% പ്രതീക്ഷിച്ച് തന്നത്. ശക്തി പമ്പിൽ ഞാൻ വളരെ ബുള്ളിഷാണ്. ഇപ്പോഴത്തെ മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നുമല്ല. ശക്തി പമ്പ്സിൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന റിസൾട്ട് മോശമായിരുന്നു. ഡിസംബറിൽ 31 കോടി ലാഭം കാണിച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ 104 കോടിയുള്ള സ്ഥലത്ത് ഈ ഡിസംബറിൽ 31 കോടിയേ ഉള്ളൂ. കഴിഞ്ഞ സെപ്റ്റംബറിൽ 90 ഉള്ള സ്ഥാനത്തും ഈ കൊല്ലം 31 കോടി. അപ്പോൾ ക്വാർട്ടറും ഇയർ ഓൺ ഇയർ ബേസിലും റിസൾട്ട് മോശം കാണിച്ചു. റിസൾട്ട് ഒരു ക്വാർട്ടർ റിസൾട്ട് മോശമായതും കമ്പനി ഒന്നും ഇല്ലാണ്ടായി പോകണില്ല. പല റീസൺസ് ഉണ്ടാവും. ഇപ്പോൾ കമ്പനീൻ്റെ കമൻട്രിയിൽ പറഞ്ഞു അവർ പല ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. സിമ്പിളാണ്, പൈസ കിട്ടാണ്ട് കടം ഡെപ്റ്റ് സ്റ്റേക്ക് കൂടി വരുന്നു. സോ അവർക്ക് കിട്ടിയ ശേഷം മാത്രമേ അവർക്ക് സപ്ലൈ ചെയ്യും. മഹാരാഷ്ട്ര ഗവൺമെൻറ് അടുത്ത് നിന്ന് ഓർഡർ കിട്ടിയിരുന്നു 1037 കോടീൻ്റെ, അവരത് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സോ എലിവേറ്റഡ് റിസീവബിൾസിനെ ഒഴിവാക്കുക. അതുപോലെ തന്നെ അവരുടെ ബാലൻസ് ഷീറ്റ് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഓർഡേഴ്സ് ഒന്നും എടുക്കുക എന്ന് പറഞ്ഞത്. അതൊരു ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവാണ്. ഇങ്ങനെ കടം കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. വേറെ ഒന്നും നെഗറ്റീവ്സ് ആക്ച്വലി ശക്തി പമ്പ്സിനെ പറ്റിയിട്ട് ഇല്ല. ഈ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു, റിസൾട്ട് മോശമായപ്പോഴാണ് സ്റ്റോക്ക് താഴോട്ട് വരാൻ തുടങ്ങിയത്. ഇവർ ടെക്നിക്കലായിട്ടും സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ സ്റ്റോക്ക് താഴോട്ട് ഫുൾ വന്നു. പക്ഷെ ഇത് ലോങ് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം, ടെക്നിക്കും നോക്കണം, സ്വിങ്ങും നോക്കണം, വാങ്ങാൻ സംബന്ധിച്ചോളം സൂപ്പർ സ്റ്റോക്ക് ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ. കാരണം ഇപ്പോൾ യുദ്ധം വന്നപ്പം ലോകം മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു ക്രൂഡ് ഓയിലിൻ്റെ മേലെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. റിന്യൂവബിൾ എനർജിയിലേക്ക് മാറാൻ പോകും. ഈ കൊല്ലം ഫ്ലറിഷ് ചെയ്യാൻ പോകുന്ന സെക്ടറാണ് റിന്യൂവബിൾ എനർജി സെക്ടർ. സോ ശക്തി പമ്പിൽ നോക്കുകയാണെങ്കിൽ ഈ റിന്യൂവബിൾ എനർജി സെക്ടറിലെ ഫ്ലറിഷസ് മാത്രമല്ല, പല വിധത്തിലും ഈ ശക്തി പമ്പ് കമ്പനി ഇൻവോൾവ് ആണ് എല്ലാ ഫീൽഡിലും. ഇപ്പൊ ജൽജീവൻ മിഷൻ റീസെന്റ് ലാസ്റ്റ് 2 days മുന്നേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 8.7 lakh crores ആണ് ഗവൺമെന്റ് അലോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. സോ ജൽജീവൻ മിഷനെ സംബന്ധിച്ചോളം വാട്ടർ ട്രീറ്റ്മെന്റ് കമ്പനീസ് ഒക്കെ കയറിപ്പോയി. പക്ഷെ വാട്ടർ ട്രീറ്റ്മെന്റിലും കൂടെ പെട്ട ഒരു കമ്പനിയാണ് ശക്തി പമ്പ്സ്. അതിൽ വരുമ്പോൾ തന്നെ ലാക്സ് ഓഫ് പമ്പ്സ്, സോളാർ പമ്പ്സിന്റെ നീഡ് വരുന്നതാണ് പറഞ്ഞത്. പിന്നെ PM കുസും സ്കീം പ്രകാരം എല്ലാ കർഷകർക്കും സോളാർ പമ്പ്സ് കൊടുക്കുന്നുണ്ട്. മില്യൺസ് ഓഫ് ലാക്സ് ഓഫ് ക്രോസ് ഓഫ് പമ്പ്സ് വിൽക്കാൻ സാധ്യതയുണ്ട്. PM സൂര്യഘർ സ്കീം പ്രകാരം അവര് കമ്പനി 46 acres ഓഫ് ലാൻഡ് MP ഒരു ന്യൂ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സോ ജൽജീവൻ മിഷൻ, PM കുസും സ്കീം, PM സൂര്യഘർ സ്കീം പ്രകാരം ഒക്കെ തന്നെ ഇവർക്ക് ബെനിഫിറ്റ് കിട്ടാൻ പോവാണ്. ശക്തി പമ്പ്സിന് ഒരു ഭാഗത്തു നിന്നല്ല പല ഭാഗങ്ങൾക്കും കിട്ടാൻ പോവാണ്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് സെക്ടറിൽ, സോളാർ പമ്പ്സിൻ്റെ കേസിൽ ഒക്കെ തന്നെ ശക്തി പമ്പ്സിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്നത്. കമ്പനി റീസെൻ്റ്ലി EV സെക്ടറിലേക്ക് കടന്നിട്ടുണ്ട്. ശക്തി EV മൊബിലിറ്റി എന്ന ഒരു സബ്സിഡറി ത്രൂ 2.5 മില്യൺ ആണ് അവരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ന്യൂ ഫെസിലിറ്റിയിൽ. അതിൽ EV മോട്ടോഴ്സ്, കൺട്രോളേഴ്സ്, ചാർജേഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. മൊത്തം അനലിസ്റ്റ് ശക്തി പമ്പിൽ 30-40% ഗ്രോത്ത് ആണ് കാണുന്നത്. ഇന്ത്യയിലെ
ലീഡിങ് എനർജി എഫിഷ്യൻറ്റ് സോളാർ പമ്പ് ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ശക്തി പമ്പ്സ്. അപ്പം ഭാവിയിലെ വാട്ടർ ട്രീറ്റ്മെൻറ്റ്, വേസ്റ്റ് വാട്ടർ റീസൈക്ലിംഗ്, ഇതിലൊക്കെ ശക്തി പമ്പ്സിന് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അവർ EV സെക്ടറിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെ ഓൾറെഡി പറഞ്ഞു 46 ഏക്കർ ലാൻഡ് അവർ MP ഒരു പുതിയ പ്ലാന്റ്, എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി പമ്പിൻ്റെ മോട്ടോർ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് 46 ഏക്കർ ലാൻഡ് എക്വയർ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി 29 പ്രൊഡക്ട്സിന് പാറ്റൻസിന് ഫയൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 500 മേലെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും ഡീലേഴ്സും 400 പേർ സർവീസസും 1200 മേലെ പ്രൊഡക്റ്റ് വേരിയൻസ് ഉള്ള കമ്പനിയാണ് ശക്തി പമ്പ്സ്. മെയിൻ ക്ലയൻസ് പറഞ്ഞാൽ L&T, മഹേന്ദ്ര, REIL, അദാനി, ടാറ്റ പവർ, ഇതൊക്കെ ശക്തി പമ്പ്സിൻ്റെ മെയിൻ ക്ലയൻസ് ആണ്. ഏഷ്യയിൽ 34%, ആഫ്രിക്കയിൽ 21%, മിഡിൽ ഈസ്റ്റ് 21%, US 17% എക്സ്പോർട്ടിങ് ഉള്ള കമ്പനിയാണ്. പിന്നെ PM സൂര്യ ഗർ സ്കീം ഞാൻ പറഞ്ഞു, അതേ പ്രകാരം അവർ റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ മാർക്കറ്റിലേക്ക് കടക്കാൻ പോവാണ്. ആഫ്രിക്കയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും സ്ട്രോങ് ആയിട്ട് എക്സ്പോർട്ടിലെ കമ്പനി, 100 മേലെ രാജ്യങ്ങൾക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. 25% ഇന്ത്യൻ മാർക്കറ്റ് ഷെയർ ആ കമ്പനിക്കുള്ളത്. പിന്നെ 3000 കോടി റവന്യൂ ഗ്രോത്താണ് കമ്പനി മാനേജ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കമ്പനി വാല്യുവേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് 500 റുപ്പീസേ ഉള്ളൂ. അതിൻ്റെ ഇയർ ഹൈ 1398 ലൈഫ് ടൈം ഹൈ 1398 680 ആണ്. അത് ഇപ്പം 485 റീസെൻ്റ്ലി വന്നിരുന്നു. ഇയർ ഹൈ 1049 ആണ്. ഫേസ് വാല്യൂ 10 റുപ്പി ഫേസ് വാല്യൂ ആണ്. EPS 33.43 53 ഉണ്ട്. 25% EPS ഗ്രോത്ത് ഉണ്ട്. ഇൻട്രൻസിക് വാല്യൂ 908 റുപ്പീസ് ഉള്ള കമ്പനിയാണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.38 ഉള്ളൂ. റിട്ടേൺ ഓൺ ഇക്വിറ്റി 42.6, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 55.30. ഷെയർ ക്യാപിറ്റൽ വെറും 120 കോടിയേ ഉള്ളൂ. 1040 കോടി റിസർവ് ഉണ്ട്. സോ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ് ശക്തി പമ്പ്സ്. ഇനി വരും ക്വാർട്ടർ റിസൾട്ട് നന്നായി കഴിഞ്ഞാൽ ശക്തി പമ്പ് അവിടെ നന്നായി കയറിപ്പോവും. പ്രൊമോട്ടേഴ്സ് 50.34 സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട്. FIS 5.6 5.35 കുറച്ചിട്ടുണ്ട്. DISും 6.71 6.3 ഡിസംബർ ക്വാർട്ടറിൽ കുറച്ചിട്ടുണ്ട്. പക്ഷേ പ്രൊമോട്ടേഴ്സ് അതേ സമയത്ത് സ്റ്റോക്ക് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. സോ ഈ എല്ലാ പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിലും ഈ ഗവൺമെൻറ്റിൻ്റെ മെയിൻ പ്രൊജക്റ്റിൽ ഗവൺമെൻറ് മെയിൻ പ്രൊജക്റ്റിന് 1300 1700 കോടി ഓർഡറാണ് എക്സ്പെക്ട് ചെയ്യുന്നത് സോളാറിന് ഗവൺമെൻറ് പ്രൊജക്ട്സ് നിന്ന്. സോ ജൽ ജീവൻ മിഷൻ, PM കുസും സ്കീം, PM സൂര്യ ഗർ സ്കീം, ഇതിലൊക്കെ ബെനിഫിറ്റ് കിട്ടുന്ന കമ്പനിയാണ് ശക്തി പമ്പ്സ്. കുറച്ച് പേഷ്യൻസ് മാത്രം ഇത് കയറി പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇയർ ഹൈ കട്ട് ചെയ്ത് 1300 1500 ഒക്കെ കയറി പോകാനുള്ള സാധ്യതയുള്ള സ്റ്റോക്കാണ് ശക്തി പമ്പ്സ്. വേറെ ഒരു നെഗറ്റീവ്സ് ഇല്ല. നെക്സ്റ്റ് വരും ക്വാർട്ടർ റിസൾട്ടും കൂടെ നോക്കാം. ഈ സമയത്ത് ഈ ഒരു ജൽജീവൻ മിഷൻ റിസൾട്ട് ഇത് ന്യൂസ് വന്നപ്പം ഇത് 18% കയറിയത്. പിന്നെ മാർക്കറ്റ് കണ്ടീഷൻ മോശമായതുകൊണ്ടും മൊത്തമുള്ള ഇഷ്യൂ കാരണം എൻ്റയർ വേൾഡ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ കാരണമാണ് സ്റ്റോക്ക് ഇറങ്ങി വന്നത്. വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യുക. ഇതുവരെ ശക്തി പമ്പ് എൻ്റർ ചെയ്യാത്ത ആൾക്കൊക്കെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. ഈ 400 420 വന്നാൽ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടാം. ഭാവിയിൽ എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സെക്ടറിലുള്ള മെയിൻ ആയിട്ടുള്ള കമ്പനിയാണ് ശക്തി പമ്പ്സ് ലിമിറ്റഡ്. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഇത് എൻ്റെ ഒരു അഭിപ്രായങ്ങളാണ്. ഇതൊരു തികച്ചും ഒരു റെക്കമെൻഡേഷൻസ് അല്ല. പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് തോന്നി ലോങ് ടേമിലേക്ക് ഈ ഒരു സെക്ടറിനെ പരിഗണിക്കുക, ഈ ഒരു സ്റ്റോക്കിനെ പരിഗണിക്കുക തോന്നിയാൽ മാത്രം നിങ്ങളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായി തരം ചാനൽ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സിൽ റിലീസ് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു.